മലയാള സിനിമയിലെയും നാടകത്തിലെയും ഒട്ടേറെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച സ്നേഹപൂർവ്വം നമ്മളൊക്കെ അർജുനൻ മാഷ് എന്ന് വിളിക്കുന്ന ശ്രീ MK അർജുനനാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം. ഗായകനാകാനാണ് അർജുനൻ മാഷ് ആഗ്രഹിച്ചത്, പക്ഷേ സംഗീത സംവിധായകനായി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ സംതൃപ്തിയുണ്ട്. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പാട്ട് പഠിക്കേണ്ട സ്ഥലത്ത് എത്തിയത്. അവിടെ ചെന്നതിന് ശേഷമാണ് പാടാൻ കൊള്ളാവുന്ന പിള്ളേരാണെന്ന് അറിഞ്ഞതിന് ശേഷം പാട്ട് പഠിക്കുകയും അന്ന് മുതൽ ഞാൻ മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ രണ്ടുപേരുമാണ് പാട്ട് പാടിയിരുന്നത്, പഠിച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം പാട്ട് പഠിത്തം അവിടെ നിർത്തി പോകേണ്ടതായിട്ട് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം പലരെയും പ്രോത്സാഹനങ്ങൾ കൊണ്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഒരു നല്ല പാട്ടുകാരനായിട്ട് വരാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടും കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഹാർമോണിയം ഒന്ന് വായിച്ചാൽ കൊള്ളാൻ തോന്നി. അങ്ങനെ ഹാർമോണിയം വായിക്കാൻ തുടങ്ങി. പല പരിപാടികൾക്കും പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ മഹാനായ സംഗീതജ്ഞൻ ദേവരാം മാഷുമായി കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ, അതായത് കൊല്ലം കാളിദാസ കലാകേന്ദ്രം എന്ന് പറയുന്ന സമിതിയിലാണ് ഹാർമോണിസ്റ്റായിട്ട് ജോലി ചെയ്തു. അന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അർജുന എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി, ഇങ്ങനെ കൊച്ചിയിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ട് ഹാർമോണിയം വായിക്കാനായിട്ട്. അത് അദ്ദേഹത്തിൻ്റെ പേര് അർജുനൻ എന്നാണ്. അർജുനാനും ശരി ഭീമനാനും ശരി ജോലിക്ക് കൊള്ളില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കും. നാടകത്തിലാണോ ആദ്യമായിട്ട്? അതെ അതെ അതെ, അത് 58-ലാണ്. നാടകത്തിന് പള്ളിക്കുറ്റം എന്ന് പറഞ്ഞ നാടകത്തിനാണ് ആദ്യമായി ചെയ്തത്. പിന്നീട് അത് തന്നെ എന്നിട്ടും കുറ്റം പള്ളിക്ക്. അങ്ങനെ പല പ്രൊഫഷണൽ ട്രൂപ്പുകൾക്കും ഈ കാളിദാസ കലാകത്തിൻ്റെ ഹാർമോണിസ്റ്റായിട്ട് നാടകങ്ങൾക്ക് പോവുകയും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം പല സമിതികൾക്ക് പാട്ടുണ്ടാക്കിയും രണ്ടും ഒരേ രൂപത്തിൽ കൊണ്ടുപോയിരുന്നു. അപ്പോഴൊക്കെ വേണമെങ്കിൽ പാടാൻ അവസരം ലഭിക്കുമായിരുന്നു. ഉണ്ട്. എങ്കിലും എനിക്കെന്തോ അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് താല്പര്യം തോന്നില്ല. ശബ്ദമൊക്കെ മോശമായതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. പിന്നീട് സിനിമയിലും പാടായിരുന്നു. അന്നും താല്പര്യം തോന്നിയില്ല. സംഗീത സംവിധാനമാണ് വഴി എന്ന് തെളിഞ്ഞു. വേറെ പാട്ടുകാരനായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം നമ്മളൊക്കെ നല്ല ശബ്ദമുള്ള പിള്ളേർ വന്നു കഴിഞ്ഞു. 1968-ലാണ് കറുത്ത പൗർണമി എന്ന ചിത്രത്തിന് ആദ്യമായിട്ട് മാഷ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അതും ആദ്യം ഈ പാട്ടുകൾ ട്യൂൺ ചെയ്തതിന് ശേഷം ദേവരാജ മാസ്റ്ററെ കേൾപ്പിച്ചു. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മാഷ് അനുവാദം എല്ലാം കേൾപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പോയപ്പോൾ എനിക്ക് മദ്രാസിൽ യാതൊരു പരിചയമില്ല, സ്റ്റുഡിയോ എന്താണെന്നറിയില്ല, മിക്സർ റൂം അറിയില്ല, ഒന്നും അറിയില്ല. എനിക്ക് സഹായത്തിന് ആരെയും വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ തന്നാണ് R.K. ശേഖർ. നമ്മുടെ ഇപ്പോഴത്തെ റഹ്മാൻ്റെ അച്ഛൻ R.K. ശേഖർ. 68-ലെ അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു R.K. ശേഖർ. ഉണ്ടായിരുന്നു. അന്ന് മുതൽ അദ്ദേഹം വേർപിരിയുന്നവരെ ഉണ്ടായിരുന്നു. 76 വരെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. കറുത്ത പൗർണമിക്ക് ശേഷം പിന്നീട് പല ചിത്രങ്ങളും വളരെ ഹിറ്റായ ഗാനങ്ങളുണ്ടായി. പക്ഷേ ആ ഘട്ടത്തിലുണ്ടായൊരു വിമർശനം, ദേവരാജൻ മാസ്റ്ററുടെ ട്യൂണാണ് അർജുനൻ മാസ്റ്ററുടേത്, അതിനൊരു നിർമ്മാതാവ് പരീക്ഷിച്ചു എന്ന് പോലും കേട്ടിട്ടുണ്ട്. ഒരു മുറിയിലിരുത്തി മാഷം കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിച്ചു എന്ന്. പക്ഷേ ഈ മുറിയിലിരുത്തുന്ന കാര്യം നമുക്കറിയില്ല. നമുക്ക് ടെലഗ്രാം വന്ന് ഞാൻ വരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ മാനേജർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എവിടെയാണ് ക്യാമ്പെന്ന്, ഏതാ ഹോട്ടലെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പേര് മണി എന്ന് പറയും, അന്തിക്കാട് മണി എന്ന് പറയും. സാറേ ഇങ്ങനെ റൂംസ് ഇല്ല, നല്ല സൗകര്യം അവരുടെ ഓഫീസിലുണ്ട്, ഓഫീസിലിരിക്കാൻ നല്ല സൗകര്യമാണ്, അത് ഹോട്ടലിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. ഡയറക്ടർ വന്ന്, പ്രൊഡ്യൂസർ വന്ന്, ലിറിക്സ് എഴുതുന്ന ശ്രീകുമാരൻ തമ്പി സാർ വന്ന്, എല്ലാവരും വന്ന് കഥയും സിറ്റുവേഷനൊക്കെ പറഞ്ഞ്
പാട്ടെഴുതി. അങ്ങനെ ആദ്യമായിട്ട് അവരുടെ പടത്തിന് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രിയതമേ പ്രഭാതമേ ഇരുളല തിങ്ങും ഇരുളിനിതളിൽ വരവർണ്ണിനിയായി വാരുളി തൂകും വാസന്ത സൗന്ദര്യമേ. ഇത് പല്ലവി എല്ലാം പാടി കേൾപ്പിച്ചു. ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, എന്താണെന്നറിയില്ല. ഒരു സത്യം എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അയാൾ സിറ്റുവേഷനൊക്കെ ചോദിച്ച് വരികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് പല്ലവി ഓക്കെ. അപ്പോൾ ഈ രാഗത്തിൽ തന്നെയാണ് അനുപല്ലവി ചരണവും ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പല്ലവി ഓക്കെ വെച്ചിട്ട് അനുപല്ലവിയും ശരണവും വേറെ ട്യൂണിടണം. അതായത് രാഗമാലിക. പല്ലവി ഓക്കെ സാർ, ഇത് നിങ്ങൾ കൊഞ്ചം ചേഞ്ച് பண்ணന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ, അദ്ദേഹം വലിയ പ്രൊഡ്യൂസറാണ്, ഇവരുടെ കൂട്ടുകാരാണ്. ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് അനുപല്ലവി ശരണം. അതിൽ തന്നെയാണ് ഇത് ദുഃഖമേതിനൊക്കെ പോലൊരു കാലം വന്നത്. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് അടുത്ത പടത്തിനും അന്വേഷണം എന്ന് പറഞ്ഞ പടം, അതിന് ഏർപ്പാടൊക്കെ പിന്നെ അഡ്വാൻസൊക്കെ വാങ്ങിച്ച് പോകുമ്പോഴാണ് ഈ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞത്, നിങ്ങൾ ഉണ്ടാക്കുന്ന പാട്ടൊന്നും നിങ്ങളല്ല ദേവരാ മാഷ ഉണ്ടാക്കുന്നു എന്ന് ഇവിടെ ഒരു ചെറിയ പ്രപ്പാനം ഉണ്ടായിരുന്നു. കാരണം അതിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവരൊക്കെ ആകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ ഒരു കൂട്ടമുണ്ട് എല്ലാ ദിവസവും, കച്ചിട്ട് കളി അത് ഇതൊക്കെ ഇട്ടൊക്കെ. അങ്ങനെ കൂടിയ കൂട്ടത്തിലാണ് ആരാണ് മ്യൂസിക് ഡയറക്ടർ ചോദിക്കുകയും അത് അർജുനാണെന്ന് പറയുകയും അത് ദേവരാ മാഷിൻ്റെ ശിഷ്യനാണ്, അയാളല്ല പാട്ടുണ്ടാക്കണം, ദേവരാ മാഷ് പാട്ടുണ്ടാക്കി ശിഷ്യനെ കൊടുക്കുകയാണ്. ആ സംസാരമാണ് ഇവിടെ എത്തിച്ചത്. ദേവരാജ മാസ്റ്ററെ പോലെ ഉള്ളവർ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മാഷ് പ്രവേശിക്കുന്നത്. അന്ന് വെല്ലുവിളികളുണ്ടായിരുന്നു ആ രീതിയിൽ? ഇല്ല, അന്നത്തെ കാലത്ത് ഒട്ടുമില്ല. അന്ന് പിന്നെ ദേവരാ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, പിന്നെ രാഘവ മാഷ്, ബാബുരാജ്, ഇവർ 4 പേരും കത്തി നിൽക്കുന്ന സമയത്തല്ലേ ഞാൻ സംഗീതം പഠിച്ചു തന്നെ പോയി. ഞങ്ങൾ വന്ന ഉടനെ കയറിയത് ഇങ്ങനെ കയറിയത് അനുഗ്രഹം. അന്ന് പ്രൊഡ്യൂസറിനെ കാണാനോ കത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ചെയ്യിക്കാനോ പോയിട്ടില്ല. നാടകത്തിൽ അത് തന്നെ. നാടക ഗാനങ്ങൾക്കും സിനിമാ ഗാനങ്ങൾക്കും സംഗീത സംവിധാനത്തിന് ഒരേ ശൈലി തന്നെയാണോ മാഷ് സ്വീകരിച്ചിരുന്നത്? ശൈലിയല്ല, അത് തന്നെയാണ്. പക്ഷേ നാടകത്തിൽ വളരെ കുറഞ്ഞ ഒരു അളവേ ഉള്ളൂ. അതിന് വളരെ ചുരുക്കി തന്നെ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാനോ ഓട്ടാനോ ചാട്ടാനൊന്നും പറ്റില്ല, വളരെ ചുരുങ്ങിയത്. ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി ഉൾപ്പെടെയുള്ളവർ സംഗീത സംവിധാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കടന്നു വന്ന് നിലയുറപ്പിച്ച അർജുനൻ മാഷ് ഒരുപാട് പുതിയ ആൾക്കാരെ അവസരവും കൊടുത്തിട്ടുണ്ട്. പുതിയൊരു തലമുറയെ അംഗീകരിക്കാൻ മാഷ് ഒരു ശ്രമം നടത്തിയിരുന്നു. അത് അന്നുമല്ല ഇന്നും അത് തന്നെ. പുതിയ തലമുറ ആര് വന്നാൽ, കാരണം നമ്മുടെ മുൻപിൽ ഇന്ന് വരുന്ന പലരും, ഒരു പാട്ടുകാരൻ വന്നാൽ പാട്ട് കേട്ട് ഇത് കൊള്ളില്ല, നീ പൊക്കോ, വേറെ വഴി നോക്കുന്നൊക്കെ പറയാൻ നമുക്ക് ധൈര്യമില്ല. കാരണം ഞാൻ വന്ന വഴി കൊച്ചാളായിട്ടല്ലേ വന്നത്. യേശുദാസാണ് മാഷിൻ്റെ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. ഞാനൊരു 100-300 പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊച്ചി ബന്ധം അങ്ങനെ ഉണ്ടായിരുന്നോ? അത് ഉണ്ടാകുമല്ലോ, നാട്ടുകാരല്ലേ. എങ്കിലും ജോലി വേറെ, സ്നേഹം വേറെ, നാട്ടുകാർ വേറെ. ജോലിയും സൗഹൃദവും രണ്ടായി കാണുന്ന മാഷ് ആർ.കെ. ശേഖറിൻ്റെ മകന് പിന്നീട് ദിലീപിന് അവസരം കൊടുത്തു, ഇപ്പോഴത്തെ A.R. റഹ്മാന്. അത് ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലായി. അതെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അത് കൂടാതെ തന്നെ അവൻ പകൽ പട്നയിലിരുന്ന് വരെ വേണമെങ്കിൽ റിഹേഴ്സൽ പ്രാക്ടീസ് ചെയ്യും. അവൻ പിയാനോ വായിക്കാൻ പോയിരുന്ന പയ്യനാണ്. പഠിത്തത്തിനേക്കാൾ കൂടുതൽ താല്പര്യം ഈ വാദ്യോപകരണങ്ങളോടാണ്.
എപ്പോൾ നോക്കിയാലും ഈ കീബോർഡിൻ്റെ മുകളിൽ കിടന്ന് കുറിച്ച് തന്നെ. പിന്നെ ഞങ്ങൾ കമ്പോസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു 50% ഇങ്ങോട്ട് വീട്ടിൽ തന്നെയാണ് കമ്പോസിങ്. അപ്പോൾ ഇത് കമ്പോസ് ചെയ്യുമ്പോൾ ഈ ചെറുക്കൻ അവിടെ വന്നിരിക്കും, ഉറങ്ങില്ല. രാത്രി 11, 12 മണി 1 മണിയായാലും കിടങ്ങില്ല. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴേ അവൻ പോയി കിടക്കും. അതിനിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ കിടക്കും മാറുമ്പോൾ ഞങ്ങൾ വായിച്ചിട്ടിരിക്കണ ഹാർമോണി എടുത്തേച്ച് വായിച്ച് അവിടെ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നൊരു ശീലമുണ്ട്. പക്ഷെ അത് വെസ്റ്റേൺ പിയാനോ പഠിക്കാനായിട്ട് പോവുകയും അതിൽ മിടുക്കനാകുകയും അങ്ങനെ വന്നപ്പോൾ ഇയാളെ ഒന്ന് സ്റ്റുഡിയോ കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നി. പല ആൾക്കാരും പിന്നെ എതിർത്ത്. കാരണം പഠിച്ചു നടക്കുന്ന പയ്യനാണ്, അവനെ കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോ കൊണ്ടുപോകണം എന്താണെന്ന് ചോദിച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞിട്ടുണ്ട്, ദേവരാം മാഷ് പറഞ്ഞിട്ടുണ്ട്, രാഘവ മാഷ് പറഞ്ഞിട്ടുണ്ട്, ജോൺസണും പറഞ്ഞിട്ടുണ്ട്. അവസാനമാണ് ജോൺസനാണ് എൻ്റെ കൂടെ പിന്നീട് ഉണ്ടായത്. ഞാൻ പറഞ്ഞു മക്കളെ വന്നെങ്കിൽ വരട്ടെ, ഇതിപ്പം നമുക്ക് എന്തായാലും നമ്മളാ വീടിനെ സഹായിച്ചേ പറ്റുള്ളൂ, എന്തായാലും വരട്ടെന്ന്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അങ്ങെത്തി. അപ്പം നമ്മളെ ഒരു വഴി കാണിച്ചെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ. ഉണ്ടോ റഹ്മാൻ അങ്ങനെ? ഉണ്ട് കുഴപ്പമൊന്നുമില്ല. 70കളാണ് മാഷിൻ്റെ ഈ കരിയറിലെ സിനിമാ ഗാന സംവിധാന രംഗത്ത് ഏറ്റവും അധികം പാട്ടുകൾ മാഷിൽ നിന്ന് വന്നത് 70കൾ 80കളുടെ ഒരു പകുതി. ഒരു വർഷം 14 ചിത്രങ്ങൾ വരെ മാഷ് ചെയ്തിട്ടുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ ഇപ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഒരു പടം ചെയ്തിരിക്കുമ്പോൾ വേറൊരു പടം വന്നാൽ ഞാൻ പറയാം അത് പറ്റില്ല, ഈ പടത്തിൻ്റെ ജോലി കഴിയട്ടെ, അതിൻ്റെ റെക്കോർഡിങ് കഴിയുന്നവരെ ക്ഷമിക്കുക ഉണ്ടടുത്ത് പറഞ്ഞ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയില്ല, ഇത് നല്ല എനർജി ആയിരിക്കും. നമ്മൾ പാട്ട് എഴുത്ത് വയ്ക്കുമ്പോൾ തന്നെ എവിടെ നിന്നും ആരോ കൊണ്ടുതരുന്ന പോലെ വരും. 14 പടം വരെ ചെയ്തിട്ടുണ്ട്, 13 14 പടം. ഇന്നിപ്പോൾ അത് ആലോചിക്കും പേടിയാണ്. ഇന്നിപ്പോൾ കവിത കിട്ടുമ്പോൾ തന്നെ പേടിയാണ്, ഇതെങ്ങനെ ജോലി ചെയ്യും. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്കാണ് ഏറ്റവും അധികം മാഷ് ഈണമിട്ടിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുമായി അങ്ങനെയുള്ള ഒരു ആത്മബന്ധം ഉണ്ടോ? അതായത് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കര എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നെ ഞാൻ കറുത്തവരെ കഴിഞ്ഞിട്ട് അടുത്ത പടം ചെയ്യുന്നത് റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാണ്, അതാ രണ്ടാമത്തെ പടം. എന്നെ കാണാതെയും എൻ്റെ കറുത്ത പൗർണമിയിലെ പാട്ടുകൾ കേട്ടിട്ട് ഇയാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാമെന്ന് പ്രൊഡ്യൂസറിന് വാക്ക് കൊടുത്ത ആളാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആ റെസ്റ്റ് ഹൗസിലെ പാട്ട് പൗർണമി ചന്ദ്രിക തൊട്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി പടങ്ങൾ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ എന്തോന്നറിയില്ല, ഞങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരുവിധം നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. രാഘവൻ മാസ്റ്ററെ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് മാഷ് പോയി കണ്ടിരുന്നു. മാസ്റ്ററുമായിട്ടുള്ള ഒരു സൗഹൃദത്തെ എങ്ങനെയാണോ? അതായത് ഞാൻ 75 മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് മദ്രാസിൽ വെച്ച്. കൂടുതൽ കാണുന്നില്ലെങ്കിലും പരസ്പരം അറിയാവുന്നൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. 4-5 മാസമായി കാണും. എൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് പോയപ്പോൾ അങ്ങനെ തലശ്ശേരിച്ചെന്നു. അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞ് 2-3 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ ചിലവഴിച്ച്. അദ്ദേഹം പഴയ ഒത്തിരി കഥകൾ പറയുകയും ഒത്തിരി പഴയ പാട്ടുകൾ പാടുകയും വളരെ ഉന്മേഷവാനായിരുന്നു. അദ്ദേഹം ആയിട്ട് അങ്ങനെ പരിചയപ്പെടാനും കണ്ടുമുട്ടാനും അവസാന നിമിഷത്തും കാണാൻ സാധിച്ചു. ഇതിനിടയ്ക്ക് പിന്നെ ഡോക്ടറേറ്റ് കിട്ടുന്ന അതിൻ്റെ തലേദിവസം എന്നെ വിളിച്ചായിരുന്നു. എല്ലാ മഹാന്മാരും പോവാം. സ്വാമി പോയി, ദേവരാം മാഷ് പോയി, ഇപ്പം അങ്ങേരും പോയി, ബാബു അണ്ണൻ നേരത്തെ പോയി. അതുപോലുള്ള സംഗീതം എനിക്ക് കേൾക്കാൻ പറ്റുമോ?
മാഷ് ഇപ്പോഴും നാടകങ്ങൾക്ക് ഗാനങ്ങൾ സംവിധാനം ചെയ്യാറുണ്ട്. അതെ. നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു സിനിമ പാട്ട് അല്ലെങ്കിൽ വരികൾ കിട്ടുമ്പോൾ ഇതെങ്ങനെ സംഗീതം ഇതിന് കൊടുക്കുമെന്ന് ഒരു പേടി ഉണ്ടാകാറുണ്ട് എന്ന്. നാടക ഗാനങ്ങൾ അതിനുമുണ്ട്, ഇപ്പോൾ അതിനുമുണ്ട്. അതെന്തുകൊണ്ടാണ് മാഷ് 1000-ലധികം സിനിമാ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ആളാണ്? എന്തുകൊണ്ടാണെന്ന് പിടികിട്ടണില്ല. ചെയ്യാനുള്ള ആരോഗ്യക്കുറവാണോ, മടിയാണോ, അല്ല വെറുപ്പാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. പേടിയുണ്ട്. ഒരു നാടക ഗാനം ചിട്ടപ്പെടുത്തി അതൊരു സ്റ്റേജിൽ കേൾക്കുമ്പോഴാണോ, ഒരു സിനിമയിലെ ഒരു ഗാനം കേൾക്കുമ്പോഴാണോ, രണ്ടും ഒരേ സംതൃപ്തിയാണോ മാഷിന് നൽകുന്നത്? തീർച്ചയായിട്ടും രണ്ടും അത് തന്നെ. എനിക്ക് അത് വേറെ ഇത് വേറെ ഇല്ല. പണ്ടെല്ലാം ഞങ്ങൾ ഈ കോറസ് എന്ന് പറഞ്ഞിട്ട് ഏർപ്പെടും നാടൻ തുടങ്ങുന്നതിന് മുമ്പ് ഗീത ആർട്സ് ക്ലബിൻ്റെ ഒരു നാടകത്തിന്, അപ്പോൾ നാടകത്തിന് പാട്ടുണ്ടാക്കിയിട്ട് തപ്പോൾ പോവും, വല്ലപ്പോഴും കാണും. ഒരു നാടകത്തിന് മണ്ണാണോ രശ്മിയാണോ എന്നറിയില്ല, അതിൻ്റെ കോറസ് നാടൻ തുടങ്ങുന്ന മുമ്പ് കോറസ് പാടുക ഗ്രൂപ്പിൻ്റെ. അന്ന് ലൈവാണ്, റെക്കോർഡിംഗ് ഒന്നുമില്ല. ഞാൻ ബസ് ഇറങ്ങി, എൻ്റെ കൂടെ 2-3 പേരുണ്ട്. വന്നപ്പോൾ ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ ഈ പാട്ടാണ്. ഈ പാട്ട് കഴിഞ്ഞ ഉടനെ ക്ലാപ്സാണ്. നോക്കാം അതിനെ കാരണം വലിയ പതിപ്പ് വേറെയാണ്. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ചെമ്പകത്തൈകൾ എന്ന് തുടങ്ങുന്ന ഗാനം അത് മാഷിന് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിനൊരു ഗസൽ സംഗീതത്തിൻ്റെ ഛായയുണ്ട് എന്നും വിലയിരുത്താറുണ്ട്. ആ ഗാനം മാഷ് ഓർക്കുന്നുണ്ട്? അത് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു രഘു എന്ന് പറഞ്ഞ ആളാണ്. അവർ പാർട്ട്ണർമാരായിട്ടൊരു കാത്തിരുന്ന നിമിഷം എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ ഈ രഘു എന്ന് പറഞ്ഞ ആൾ, പൂത്തേരി രഘു, അയാൾ വലിയ തബലിസ്റ്റാണ്. അപ്പോൾ അങ്ങേരാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു പാട്ട് വേണം നമ്മുടെ ചെയ്യുന്ന ഇത് ഗസൽ ടൈപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗസൽ ടൈപ്പ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അയാൾ തബല എടുത്ത് വെച്ചു. അയാൾ ഈ അതിൻ്റെ പരൻസ് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോഴാണ് ആ ശബ്ദത്തിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. ചെമ്പകത്തൈകൾ പൂത്ത മാനത്തു പൊന്നമ്പിളി ചുംബനം കൊള്ളാൻ ഒരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി. 1000 കാതം അകലെയാണെങ്കിലും എന്നത് മാഷിന് മറ്റൊരു ഇഷ്ടപ്പെട്ട ഗാനമാണ്. അതെ അതെ. വാണി ജയറാം പാടിയ സീമന്തരേഖയിൽ അവരുടെ തന്നെ കരിയറിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ പാടിയ പാട്ടുകളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനം കൂടിയാണ് അത്. മാഷിൻ്റെ ഒരുപാട് നല്ല ഗാനങ്ങൾ വാണി ജയറാം പാടി. അതെ അതെ. അവർ ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഇത് ഞാൻ അവർക്ക് കൊടുത്ത പാട്ട്, അത് ആ പാട്ട് വാണി ജയറാമിനെ കൊണ്ട് പാടിപ്പിക്കാൻ കാരണം യേശുദാസാണ്. പിക്നിക്കിൻ്റെ പാട്ടുകൾ ജമിനി സ്റ്റുഡിയോ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് യേശുവിനോട് പറഞ്ഞ് ഒരു ഡുവറ്റ് ഉണ്ട് മക്കളെ, അത് ഒന്ന് നമ്മൾ പാടണം, മെയിൽ വോയിസ് നമ്മൾ പാടണം, ഫീമെയിൽ ഒരു പെണ്ണ് വേണം, സുശീലാമ്മനെ വിളിക്കാനോ വേറെ ആരെങ്കിലും വിളിക്കണമെന്ന്. ചെറിയ പാട്ടാണ്. അപ്പോൾ അങ്ങനെ മൂപ്പരെയാണ് പറഞ്ഞത്, യേശുവാണ് പറഞ്ഞത്, നമുക്ക് വാണി ജയറാം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്, നല്ല പാട്ടാണ് അവർക്കൂടെ. ഞാൻ കൊള്ളാം വന്ന് പാടിയപ്പോഴല്ലേ പാട്ട്. പ്രശസ്തരായ ഗായകർ മാഷിൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ആരുടെ ശബ്ദത്തിൽ മാഷിൻ്റെ പാട്ട് കേൾക്കും ആരാണ് കൂടുതൽ ഇഷ്ടം? എല്ലാ പാട്ടുകളും കൂടുതൽ പാടിയേക്കണത് യേശുദാസാണ്. പിന്നീട് ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്, ബ്രഹ്മാനന്ദം പാടിയിട്ടുണ്ട്, ജോണി ഇബ്രാഹിം പാടിയിട്ടുണ്ട്. ആര് പാടിയാലും അവരവരുടെ ശക്തി ആ പാട്ടിലുണ്ടാവും. ഇപ്പം നീല നിശി ദിനീ ആ ബ്രഹ്മാനന്ദം പാടിക്കാൻ നമുക്ക് സുഖം തോന്നില്ലേ? സുശീലാമ്മയൊക്കെ പാടിക്കണം, ദ്വാരയൊക്കെ പാടിക്കണില്ല, എന്ത് പാട്ടുകളാണ്. ജാനകിയമ്മ ഏത് കുലരീതി ദേവനവിടെ,
യദുകുലരതി ദേവന രാധേ യദുകുലരതി ദേവന വേണി. സംഗീതം ചിട്ടപ്പെടുത്തുന്ന രീതികൾ തന്നെ എത്രയോ മാറിക്കഴിഞ്ഞു. ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഗീത സംവിധായകർ എല്ലാം നല്ല വിവരമുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇപ്പോൾ കമ്പോസ് ചെയ്യുന്ന പിള്ളേരെല്ലാം തന്നെ മിടുക്കന്മാരാണ്. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. കാരണം ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കവിതയും കഥ ഡയറക്ഷനെ വിളിച്ചു കഴിയുമ്പോൾ ചെന്ന് കഥ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കുറേ മറ്റുള്ള സീഡികളുണ്ട് കൊടുക്കും. ഈ ഓരോ പാറ്റേൺ, ഇത് റഹ്മാൻ്റെ പാറ്റേണാണ്, മറ്റവൻ്റെ പാറ്റേണാണ്, ഇതിലെ താളം അതിൽ വേണം, ഇതിലെ താളം ഇതിൽ വേണം, ഇതിൻ്റെ പല്ലവി അതിന് വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കവിത കൊണ്ട് കൊടുക്കുന്നത്. കവിത അല്ല, സിറ്റുവേഷൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് അവരിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് വരുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഈ പാറ്റേൺ തോന്നും. പക്ഷേ ഇപ്പോഴത്തെ സംവിധായകർക്കൊരു ഐഡൻറ്റിറ്റി, വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ടോ ഈ പ്രശ്നങ്ങൾക്കിടയിൽ? അതിപ്പോൾ അതിന് വഴി അവർ തന്നെ നോക്കണം. കാരണം 40, 45, 50 വർഷത്തിന് മുൻപുള്ള പാട്ടുകൾ ഇന്ന് പിള്ളേർ കേൾക്കുന്നു, റിയാലിറ്റി ഷോയിൽ പാടുന്നു. എന്തുകൊണ്ട് ഈ വന്ന പുതിയ പടത്തിലെ 2 പാട്ട് പാടാത്തത്? മാഷിന് 14 സംസ്ഥാന അവാർഡുകൾ നാടക ഗാന സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട്, ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമാ സംഗീത സംവിധാനത്തിന് മാഷിന് സംസ്ഥാന സർക്കാർ ആ രീതിയിൽ അംഗീകാരം നൽകിയിട്ടില്ല. അതിന് നമ്മൾക്കൊന്നും പറയാനില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഇത്രയും പാട്ടുകൾ ചെയ്ത എനിക്ക് എൻ്റെ വേറൊരു സത്യം പറയാമെന്ന് വെച്ചാൽ എൻ്റെ പാട്ടുകൾ മിക്കതും ഇടിയും വെട്ടും കുത്തുമൊക്കെയുള്ള ജാതി ഒരു ഫാമിലി പടങ്ങൾ വളരെ കുറവാണ്. ആ പടങ്ങൾ മത്സരത്തിന് പോകാറില്ല. ഇത് മത്സരത്തിന് പോയാലല്ലേ അവർ പാട്ട് കേൾക്കുള്ളൂ. മത്സരത്തിന് പോകാറില്ല. മത്സരത്തിന് പോയ പാട്ടുകളിൽ വളരെ കുറച്ച് പടങ്ങളെ പോയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ മുൻപ് ചെവിക്കകത്തും അവരുടെ മനസ്സിലും നാഷണൽ അവാർഡിനെ പറ്റിയ പാട്ടുകൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം എനിക്ക് തോന്നിയത്. വിഷമം തോന്നാറുണ്ടോ അങ്ങനെ മാഷിന്? വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവാർഡ് ഉണ്ടാക്കാൻ അവാർഡ് കിട്ടാനല്ലോ പാട്ടുണ്ടാക്കണം. അവാർഡെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാട്ട് കഴിയുമ്പോൾ കയ്യടി കിട്ടുക, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കുട്ടികൾ വന്ന് അനുഗ്രഹം ചോദിക്കുക, അതാണ് എൻ്റെ അവാർഡ്. പത്മ അവാർഡുകൾ മാഷിനേക്കാൾ തീരെ ജൂനിയർ ആയിട്ടുള്ള സിനിമാ ലോകത്തുള്ള പലർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാഷിനെ ആ രീതിയിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. അത് അത്തരത്തിലുള്ളൊരു ലോബിയിങ് നടത്താത്തത് കൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ ശരിയുണ്ടോ? അതിന് ഉത്തരം ഞാൻ പറയില്ല. നമുക്കത് താല്പര്യവും ഇല്ല. തന്നാൽ വാങ്ങിക്കാം, തന്നില്ലേ പരാതിയില്ല. വളരെ നന്ദി.